ഞാൻ മഹേഷ്. ഞാൻ നിങ്ങളുടെ നേതാവ്. എന്ത് പണിയായിരുന്നു, ചൂടെടുത്തിട്ട് വയ്യ. ആൾക്കാർ വന്ന് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചു എന്ത് ചെയ്യാം. ഇനി വീട്ടിലേക്കൊന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങാം. കൊതുകൾ കിടന്നുറങ്ങാനും പറ്റുന്നില്ലല്ലോ. അല്ലെങ്കിൽ ടി വിയിൽ വല്ലതും കൊണ്ടോ നോക്കാം. എൻ്റെ റിമോട്ട് വിടാൻ പോലും അറിയില്ല. എന്തായാലും കുറച്ച് നേരത്തേക്ക് റെഡിയാവാം. കിടന്നുറങ്ങാൻ നോക്കാം, വേറെ പരിയൊന്നുമില്ല. രാവിലെ എന്തൊക്കെയോ പറഞ്ഞ റെഡിയായിട്ടും എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് ലീവല്ലേ? നീ എന്നും ലീവാട്ടാ. ഇന്ന് എന്നും ലീവാടാ. എന്തോ ഒരു ദിവസം മാത്രം. എന്തായാലും ഈ ദിവസം ഞാൻ ആഘോഷിക്കും. കേരളത്തിൽ എത്ര സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ വണ്ടിയിൽ പെട്രോളില്ല. വണ്ടി അടിക്കാൻ വേണ്ടി തന്നെ പെട്രോൾ സ്റ്റേഷനിൽ പോകുമ്പോൾ അതിലും പെട്രോൾ കാണൂലല്ലോ. അപ്പം എന്തായാലും ഞാൻ പിന്നെ പോവാം. ഇന്ന് നമുക്ക് സുരേഷിൻ്റെ വീട്ടിൽ പോകാം, അതായിരിക്കും നല്ലത്. ശരി കേട്ടോ, ഞാൻ ഇറങ്ങാം. അവൻ്റെ വീട് എവിടെയായിരുന്നു ഓർമ്മയില്ലല്ലോ. മാപ്പ് നോക്കാം. പെരുമ്പാവൂർ. കോട്ടമംഗലത്ത് നിന്ന് പെരുമ്പാവൂർ വരെ ഇനി പോകുമ്പോൾ നല്ല സമയം. കോതമംഗലം ബസ് സ്റ്റാൻഡ് എത്തി. ഓട്ടി ഇറങ്ങിക്കോ, SRTC ആണ് മോനെ. ഇറങ്ങി ഞാൻ വീട് വരെ നടക്കാം. എത്തി.
നമ്മൾ വരുന്നുണ്ട്, വന്നിട്ടുണ്ടാവുമെന്നൊന്നും അറിഞ്ഞില്ല. മഴ എത്തിക്കാൻ വാ. ഹലോ, എന്തുവാടാ കിടന്നുറങ്ങുമായിരുന്നോ? ഈ പുതപ്പൊക്കെ വെച്ചിട്ട് ഈ ചൂട് കാലത്ത്? നിനക്ക് AC ഉണ്ട്, അതൊക്കെ നല്ല ഭാഗ്യം. എന്ത് ഭാഗ്യം? AC ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തായാലും അതൊക്കെ പറഞ്ഞ് നീ സമയം കളയാതെ വീട്ടിൽ കയറി. ഞാൻ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തരാം. ഇനി കയറുന്ന മതിയാക്കി. നിൻ്റെ എനിക്ക് ഷുഗറാണ്, എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഒക്കെ വീട് ഞാൻ നിനക്ക് വല്ലതും ഉണ്ടാക്കി തരാം. നീ വീട്ടിൽ കയറി പോയാ ജിലേബിയ 2-3 അടുത്ത് കേട്ട. വയറ് ഫുള്ളായ. ഇതാ പഞ്ചസാരയില്ലാത്ത ജിലേബി ഇവിടെ പോയി. ഒരു ഇല എടുത്തോണ്ട് പോയാ, ഇല എടുത്തോണ്ട് പോയാ. എലീനെ പിടിക്കണമല്ലോ. അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയി. ഇതാ പോടാ. ഇവിടെ എന്തല്ല, ഞാൻ ഇന്ന് രാവിലെ മുഴുവൻ മറ്റേ ഹൈറ്റടിച്ച് വെച്ചതല്ലേ. ഹൈറ്റല്ല, ടോം ക്യാറ്റ്. എടാ കള്ള, എൻ്റെ വയറ്റിലാണല്ലോ എല്ലാം പോയത്. സോറി മാൻ, ഞാൻ ചെയ്യൂല. അതല്ല, നമുക്ക് കുറച്ചേരും ചുമ്മാ ഡ്രൈവിന് പോയാലോ? നിനക്ക് XUV ഉണ്ടല്ലോ. ശരി, അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു. ഇടുക്കി, പത്തനംതിട്ട, പത്തനംതിട്ടൻ്റെ അടുത്തുള്ള ശബരിമല, മൂന്നാർ, കൊടൈക്കനാൽ, ഗുണ കേവ്. നടക്കുന്ന സ്ഥലത്ത് വല്ലതും പറ. ഇവിടെ അടുത്ത് വല്ല കറങ്ങിയിട്ട് വരാം. ഇന്നെന്താ പൂരമല്ലേ? തൃശ്ശൂരിലോട്ട് പോയാലോ? പൂരമല്ലേ? അത് ശരിയാ. വണ്ടി എടുത്തു പോകാൻ കുറച്ച് സമയം എടുക്കും. വണ്ടിയിൽ പെട്രോൾ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കോട്ട് ഊരി കളഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഡ്രസ്സ് ഞാൻ സെയിം ഇട്ടിരിക്കുന്നല്ലേ? ശരി. അതല്ല, അത് ശരിയാ. അപ്പുറത്തെ താഴത്തെ വലിയ താഴെ പാത്രം മുഴുവൻ താഴെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിനെ പോയി ഇടിച്ച് എൻ്റെ മുട്ട്. തൃശ്ശൂർ പൂരം. ചെണ്ട കൊട്ടണോ? ചെണ്ട കൊട്ടണ്ട, എനിക്ക് അങ്ങനെ കൊട്ടണ്ടേ. എന്തായാലും നമുക്ക് ചെയ്യില്ല. കുറച്ച് ഐസ്ക്രീം വാങ്ങിക്കാം. വാങ്ങിക്കാം. എൻ്റെ വോളറ്റ് എടുക്കട്ടെ. ഇതിന് പോക്കറ്റ്. ഇതെന്താ? ടൂത്ത് പിക്കാ? ആരോ എൻ്റെ അടുത്ത് രാവിലെ പേഴ്സ് വെച്ചിരുന്നു. ഇവിടെ രാവിലെ നമ്മൾ വെളുപ്പിന് വന്നല്ലേ, ഇവിടെ നിന്ന് ആരോ പേഴ്സ് വെച്ചിരുന്നു. ഞാൻ അയാൾക്ക് കൊടുത്തു. ഞങ്ങൾ തിരിച്ചു തരൂ? എനിക്ക് അറിഞ്ഞൂടാ. എന്ത് പൊട്ടനാ നീ! അറിയാത്ത ആൾക്കാർക്ക് പേഴ്സ് കൊടുക്കാമോ? പേഴ്സിൻ്റെ കാര്യം തീർന്നു. അതിൽ പൈസയെല്ലാം ഉണ്ടായിരുന്നുള്ളൂ, ക്രെഡിറ്റ് കാർഡൊന്നും ഇല്ലായിരുന്നല്ലോ. മോനെ ചത്ത് എല്ലാം പോയി. ഞാൻ അവനെ കണ്ടുപിടിക്കുന്ന കാര്യമാണോ പറഞ്ഞ? അയാളുടെ പേര് രാംരാജ് എന്നാണ്. അയാൾ പുത്തഞ്ചേരിയിലാണ്. പുത്തഞ്ചേരി അല്ല,
എവിടെയോ എന്തോ എന്തോ പേര് പറഞ്ഞു. എന്താണ് വേറെന്തോന്ന് ഊറക്കാട് ഊരക്കാട്. അതിവിടെ അടുത്തെന്ന് പറഞ്ഞാൽ എറണാകുളം അടുത്തല്ലേ. പോവാ പിന്നെ. ഈ ക്രൗഡിൻ്റെ ഇടയ്ക്ക് നീ എവിടെയാണ് അയാളെ കണ്ടുപിടിക്കുന്നത്? അയാളാണത്. ഓട് ടിക്കോ. ദമിക്കുന്നു ഇത് കൊടുക്ക. ഞാൻ പാവമാണ് സാറേ, പാവം. നീ പാവമാ? யார் பாவம்? நீ வர அவன் யா பாவமானா துவேஷனானா? ஓஹ், நான் போன നിൽക്ക് മഹേഷേ. അങ്ങ് ഇടി കിട്ടു കേട്ടോ, ഞാൻ പോണു. ഇടി കിട്ടിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. എൻ്റെ കൂട്ടുകാരൻ്റെ പേഴ്സ് എടുത്താ നിന്നെ ഞാൻ എടുത്തടിക്കും.